അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. 3rd ഡേ അല്ല 5, 6 എപ്പോഴും ഈ ട്രാഫിക്ക് ഞാൻ സാധാരണ ചെയ്യാറില്ല. എന്നിട്ട് നമ്മളുടെ മാപ്പൊന്നും ആയിക്കഴിഞ്ഞാൽ ഈ മാപ്പ് ഫോണിടുന്നതിൻ്റെ വൈഫൈ ഓഫാക്കിയിടും. ഇല്ലെങ്കിൽ ട്രാഫിക്കിനനുസരിച്ച് ചിലപ്പോൾ ഒന്ന് മാറ്റിയിടും. പിന്നെ അത് ചെറിയ ഈ ഊടുവഴികളുടെ ഉള്ളിലൂടെയൊക്കെ പോവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മാപ്പ് ഓഫാക്കിയിടും. അത് കാരണം തന്നെ ഇവർ റീറൂട്ട് ചെയ്യത്തുമില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മളിങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ. ഇതാണ് ഞങ്ങളന്ന് കടന്ന് നൈറ്റ് കാറിൽ സ്പെൻഡ് ചെയ്ത സ്ഥലം, ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. മറ്റേ വഴി നേരെ പോയിരുന്നെങ്കിൽ കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ് എത്തുക. ഇത് നമ്മൾ ബീഹാറിൻ്റെ സെൻറ്ററിൽ കൂടെ പോയി വെസ്റ്റ് ബംഗാളിലെ ടോപ്പ് സെക്ഷനിലേക്ക് എത്തും. അതായത് സിലിഗുരി, പാറ്റ്ന. സിലിഗുരിയാണ് നമ്മൾ ഫൈനൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ പാറ്റ്ന ബൈപ്പാസ് ചെയ്ത് പോകാനാണ് പ്ലാൻ. പാറ്റ്ന എല്ലാ പ്രാവശ്യം കയറുമ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. ഏകദേശം 2 മണിക്കൂറോളം പാറ്റ്ന ടൗണിക്കും തിരിച്ച് 2 മണിക്കൂറും നമുക്ക് പുറമേക്കും വേണം. അപ്പോൾ പാറ്റ്ന പരമാവധി ഒഴിവാക്കാനുള്ളത് ആദ്യമേ ഉള്ളൊരു പ്ലാനിലുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല കറക്റ്റ് റോഡിലേക്ക് എന്തായാലും എത്തി. ഇനി ഇവിടുന്ന് 4 ലൈനാണോ ഫുള്ളെന്ന് ഓർമ്മയില്ല എങ്ങനെയായിരുന്നു. ചില ഹൈവേസ് ചില മോശമായിട്ട് കാണിച്ചു തന്നായിരുന്നു. ഞാൻ സാറ്റലൈറ്റ് പിക്ചർ നോക്കിയപ്പോൾ മാപ്പിൽ നോക്കാം. ഓക്കെ, എൻ്റെ വണ്ടിക്ക് ഭക്ഷണം കൊടുക്കാനായി. ഇനി മെല്ലെ जीपे क्या कार्ड के स्कैनर से करेंगे ना? हाँ स्कैनर से फुल टैंक है, फुल टैंक. ചെറുതായിട്ടൊരു പനിക്കോളുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് നിർത്തിയതാണ് വണ്ടി. പനിയുടെ മരുന്ന് കഴിച്ചു. ഇപ്പോൾ ഇന്നലെ പനി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ കാരണം പനിയുടെ മരുന്ന് ഇന്നലെയും കഴിച്ചാൽ എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടാണ്. ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കണം. പനിയുടെ ഭക്ഷണം കഴിച്ചിട്ട് പനിയുടെ മരുന്ന് കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം ഒന്ന് നിർത്തിയതാണ്. കഴിഞ്ഞു. സാധനങ്ങളൊക്കെ റീപാക്ക് ചെയ്തു. ഇനി മെല്ലെ ഇറങ്ങട്ടെ. സ്ഥലം ഡെസ്റ്റിനേഷൻ ഇന്നത്തെ എവിടെയാണെന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഡെസ്റ്റിനേഷൻ വയ്ക്കുന്നതോറും നമ്മൾക്ക് ഓരോ എൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പേരും കിലോമീറ്ററും കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ്. വീണ്ടും എത്തിക്കാനുള്ള നെറ്റോട്ടാണ്. അപ്പോൾ അത് കാരണം അത് ചെയ്യുന്നില്ല. ഒരു 5 മണിയാകുമ്പോൾ നോക്കാം. അത് കംഫർട്ടബിളായിട്ടുള്ള അടുത്തുള്ള സിറ്റി ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ. എപ്പോൾ പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ മാത്രമേ കംഫർട്ടബിളായി പോകുന്ന രീതിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്ന് വയ്ക്കുന്നില്ല, ഇനി മുതൽക്ക് വയ്ക്കുന്നില്ല. അങ്ങനെ ശരി. ആടുകളുടെ ഒരു കൂട്ടുള്ളതുകൊണ്ടുള്ള ബ്ലോക്കാണിത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് കഴിഞ്ഞിട്ടിപ്പോൾ കയറുന്ന. അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു ഇതേപോലെ ആടുകളുടെ കൂട്ടം. 14 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ടേൺ ഉണ്ട്. ഒന്നുകൂടി ആ സമയമാകുമ്പോൾ ഒന്നുകൂടി നോക്കണം. നമ്മൾ ചിലപ്പോൾ ചെറിയ ലെഫ്റ്റ് എടുത്തിട്ട് ഹൈവേക്ക് ഒക്കെ കയറുന്നത് കാണാം. സ്ട്രെയിറ്റ് റോഡ് ഉണ്ടാകുമായിരിക്കാം. ചിലപ്പോൾ പോക്കറ്റ് റോഡിലൂടെയൊക്കെ അകത്ത് കയറാൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വന്നിട്ട് കാണിക്കും. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ടുള്ള മാർഗം നമ്മളെ കയ്യിലില്ല. അപ്പോൾ എന്തായാലും 14 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് നിർത്തി ഗൂഗിളൊക്കെ ഒന്ന് വീണ്ടും എല്ലായിടത്തും നോക്കി അതിനൊക്കെ ശേഷം വേണം വീണ്ടും ആ ലെഫ്റ്റ് ടേൺ എടുക്കാനായിട്ട്.
അടിപൊളി. ഞെട്ടിക്കുന്ന റോഡുകളായിരിക്കും മിക്കവാറും ഇവിടെ നിന്ന് അങ്ങോട്ട്. അത് തമ്പാക്ക് അടിക്കുന്ന പോലീസുകാരും നാട്ടുകാരും. ഇതുവരെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ക്ലീനും നീറ്റൊക്കെ ആയിരുന്നേ. ഇവിടുന്ന് ഈ സ്ഥലം ബീഹാർ നമ്മൾ കാണാം ഓരോ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ പലപ്പോഴും കിടക്കുമ്പോൾ ഒന്ന് ബീഹാർ, അത് പിന്നെ നമ്മൾ അതിനെക്കാട്ടും കഷ്ടമാണ് വെസ്റ്റ് ബംഗാൾ. അവിടുത്തെ പോലീസുകാർ വളരെ എനിക്ക് തോന്നുന്നു അവിടെ ശമ്പളം പോലീസുകാർക്ക് വളരെ ഭയങ്കരമായി അവർ ചോദിച്ച് കൈക്കൂലി വാങ്ങിക്കാം. എന്നൊക്കെ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലീസുകാരുടെ ഭയങ്കര ബഹുമാനം തോന്നുന്നത്. നാട്ടിലത്തെ എന്ന് മാത്രമല്ല, കേരള, സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നല്ല എന്താ പറയുക, ഒരു ഡിഗ്നിറ്റി ഉള്ള ആളുകളാണ് പോലീസുകാർ. തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് മറ്റേ വഴി നേരെ പോയിരുന്നെങ്കിൽ കോൽക്കട്ട വെസ്റ്റ് ബംഗാളിലാണ് എത്തുക. ഇത് നമ്മൾ ബീഹാറിൻ്റെ സെൻറ്ററിൽ പോയി വെസ്റ്റ് ബംഗാളിലെ ടോപ്പ് സെക്ഷനിലേക്ക് എത്തും. അതായത് സിലിഗുരി, പാട്ന. സിലിഗുരിയാണ് നമ്മൾ ഫൈനൽ ആയിട്ടിരിക്കുന്നത്. നമ്മൾ പാട്ന ബൈപ്പാസ് ചെയ്ത് പോകാനാണ് പ്ലാൻ. പാട്ന എല്ലാ പ്രാവശ്യം കയറുമ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. ഏകദേശം 2 മണിക്കൂറോളം പാട്ന ടൗണിക്കും തിരിച്ച് 2 മണിക്കൂറും നമുക്ക് പുറമേക്കും വേണം. അപ്പോൾ പാട്ന പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് ആദ്യമേ ഉള്ളൊരു പ്ലാനിലുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല കറക്റ്റ് റോഡിലേക്ക് എന്തായാലും എത്തി. ഇനി ഇവിടുന്ന് 4 ലൈനാണോ ഫുള്ളെന്ന് ഓർമ്മയില്ല, എങ്ങനെയായിരുന്നു. ചില ഹൈവേസ് ചില മോശമായിട്ട് കാണിച്ചു തന്നായിരുന്നു. ഞാൻ സാറ്റലൈറ്റ് പിക്ചർ നോക്കിയപ്പോൾ മാപ്പിൽ നോക്കാം. ഓക്കെ, നല്ല ഗോൾഡൻ കളറിൽ രസമാണ് നോക്കണേ. ഈ നാട്ടിൽ നിന്നാലും കൃഷി നല്ല ഭംഗിയൊക്കെ നടക്കുന്നില്ല. എല്ലാ നാട്ടിലെ ആളുകളും ഇപ്പോൾ ഈ പറഞ്ഞ ബീഹാറിൽ നമ്മളുടെ അങ്കിളിലവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ബീഹാറിൽ നിന്നുള്ളവർ കൃഷിയുടെ സമയമാകുമ്പോൾ അവർ പോയി, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ അവർ പോയിട്ട് കൊയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിയിട്ടാണ് തിരിച്ചു വരിക. അതാണ് അവരുടെ മെയിൻ ലീവ്. വേറെയും ഇപ്പോഴും കൃഷി ഞാൻ ചോദിച്ചു എങ്ങനെ കൃഷി ലാഭകരമാണെന്ന് വെച്ചാൽ അതെ, വളരെ ലാഭകരമാണ്. നമ്മുടെ നാട്ടിലും അതെ, ചെയ്യാൻ തയ്യാറായിട്ട് അതിന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ കൃഷി ലാഭകരം തന്നെയാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള രവിയേട്ടൻ കൃഷി പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരു കാരണവശാലും നഷ്ടം വരില്ല, നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ചെയ്യും തന്നെയാണ് നല്ലത് എന്ന് തന്നെയായിട്ട് പറഞ്ഞത്. ഇവിടെ മാത്രമല്ല എന്ന് പറയാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അത് കഴിച്ചൊരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ കണ്ടു, ജസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച്. ഈ വഴിക്ക് ബീഹാറിൻ്റെ വഴിയിലേക്ക് സിലിഗുരി സമയത്ത് ആ റോഡിലേക്ക് കയറുമ്പോഴാണ് അത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് അതിന് വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് എത്തിയപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പനി ചെറുതായി വന്നതിൻ്റെയുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് പനിയെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കഫക്കെട്ടോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇവന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ ആണോ ഒന്നും എനിക്കറിയത്തില്ല. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. സാധാരണ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളതല്ല. ഓക്കെ, ശരി. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണോ സംശയം? ORS ഒന്നും കഴിച്ചില്ല, നല്ല വെയിലും കൊണ്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ കുറച്ച് ഒന്ന് കരിക്ക് കിട്ടുന്ന സ്ഥലം കണ്ടിപ്പോൾ നിർത്തിയതാ. നല്ല കരിക്കായിരുന്നു. എത്ര രൂപയെന്ന് ചോദിക്കുക കൂടി ചെയ്തിട്ടില്ല. ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ പറയാം. അമ്മേ
സമാധാനമായി. ഹൈഡ്രേഷൻ പാക്കൊക്കെ വെച്ച് വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പോലെ. എനിക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ രസഗുള കഴിക്കാത്തൊരു മാർഗ്ഗമല്ല, അത്രയും ടേസ്റ്റ് അവിടുത്തെ. ഒരു സാധ്യമില്ല, ഓവർ മധുരമല്ല, അത്രയും സോഫ്റ്റ്. ഒരെണ്ണം കൂടി പറഞ്ഞു, ബീഹാറിൽ തന്നെ എനിക്ക് രസഗുള എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലത് കിട്ടാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ബോട്ടിൽഡായിട്ട് തന്നെയുള്ളൂ. അതൊരു പീസിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസിൻ്റെ കാര്യമില്ല, ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രസഗുള കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ മധുരത്തിൽ എന്ത് സാധനം കഴിക്കുന്നത്. പക്ഷെ ഇതങ്ങനെ കുത്തുന്ന മധുരമല്ല കേട്ടോ. അപ്പം എല്ലാം ഇറങ്ങട്ടെ, ഒരു സമൂസയും വേണം. ഇവിടുന്ന് രണ്ട് കരിക്ക് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാ. ഡീഹൈഡ്രേഷനാണെന്ന് സംശയം എന്തായാലും അയ്യോ, ഞങ്ങളുടെ വണ്ടി മാറ്റിയാലാണ് മാറുള്ളൂ. ഇവിടെ ഒരു കംപ്ലീറ്റ് കെയോസാണ് ഇവിടെ വണ്ടികളുടെ കാര്യത്തിൽ. ഞാൻ മാറ്റേണ്ടി വരും മിക്കവാറും. നല്ല ചേട്ടന് പോകാൻ പറ്റുള്ളൂ, മാറ്റണം. അപ്പോൾ ഞാൻ രസഗുളയുടെ മഹാത്മയെല്ലാം വന്ന് കുക്കൂനും കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. സമൂസ അവിടെ നിന്ന് എടുത്തേ കുക്കു. അറിയാലോ പോലെ നീ ഭക്ഷണം എപ്പോഴാ ഒരിതം വയറ് നിറഞ്ഞു. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ വല്ല നിർത്താമല്ലേ. ഷോർട്ട് ബ്രേക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയത്. അപ്പോൾ കുറച്ച് പേര് അവിടുത്തെ എൻ്റെ ലോക്കൽ ആളുകളൊക്കെ വന്നു ഞാൻ സംസാരിക്കാനായിട്ട്. എവിടെയാണ് വീട്, എങ്ങനെയാണ് വന്നത്, മീൻസ് എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കാനായിട്ട്. പല സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകൾ പലരും വരും, സ്പോട്ട് ചെയ്യും, ചിലപ്പോൾ ഫോട്ടോസ് എടുക്കും. പലപ്പോഴും നമ്മളതൊന്നും പിന്നെ റെക്കോർഡ് ചെയ്യാൻ നിൽക്കാറില്ല. എന്നുവെച്ചാൽ പലപ്പോഴും നമ്മൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കാനാണ് പരമാവധി ശ്രമിക്കാറ്. നല്ല പൊടിയാണ്, അവിടെ നിന്നൊക്കെ നല്ല കൂടുതൽ, ഒന്നും കാണുകയും ചെയ്യുന്നില്ല.
ബീഹാർ എത്തിയതിനു ശേഷം പിന്നെ വളരെയധികം കാണാത്തടത്തോളം തന്നെ പാടങ്ങളാണ്. പലപ്പോഴും നമ്മൾ ബീഹാറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന പണിയൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരുന്ന ആളുകളിൽ നിന്നാണ്, നമ്മുടെ കേരളത്തിലെ ജോലിക്ക് വരുന്ന ആളുകളിൽ നിന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ കുറേയധികം ബീഹാറീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാ വർഷവും ഇങ്ങോട്ട് അവരുടെ നാട്ടിലേക്ക് ബീഹാർ കൊയ്ത്തിന് വേണ്ടി വരും. ഞാൻ ചോദിച്ചപ്പോൾ അവർ വന്ന് അത് വളരെ ലാഭകരമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. നഷ്ടമൊന്നുമില്ല. വിള ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നെല്ല് വിതച്ചിരുന്നു. അത് ആ സമയങ്ങളിൽ കൊയ്ത്ത് ഒരു ഉത്സവം തന്നെയായിരുന്നു. വീട്ടിൽ കുറേയധികം പേരും 10-30 പേര് കൊയ്യാനും മെതിയാനും ഒക്കെ ഉണ്ടായിരുന്നു. കിഴൂർ ഭാഗത്തു നിന്ന് കുറേ ചേച്ചിമാർ, എനിക്ക് അവരുടെ ഒന്നും പേരൊന്നും അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും അവർ വന്ന് വീട്ടിലത് ചെയ്യുകയും അത് കഴിഞ്ഞ് പറയെടുത്തിട്ട് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ ചെറുപ്പത്തിലുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ആയപ്പോഴേക്കും പിന്നെ നെല്ല് വിതയ്ക്കുന്നതെല്ലാം നിർത്തി. പിന്നെ കുറച്ച് കാലം പയറൊക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ പല ആളുകളും വീണ്ടും കൃഷിയിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്തായാലും അതൊരു നല്ലൊരു എന്താ പറയുക, പ്രചോദനമാണ് എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. സാധനങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യാനുണ്ട്, ഒന്ന് ചാർജ് ചെയ്യാനൊക്കെ വെക്കണമല്ലേ. അപ്പോൾ അങ്ങനെ മെല്ലെ ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. നമ്മളുടെ മാപ്പിൻ്റെ ചാർജർ കുത്തി. അത് വണ്ടിയായിട്ട് തന്നെയാണ്. എൻ്റെ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചു. അത് നമ്മളുടെ ക്യാരി ബോക്സിനകത്തേക്ക് വെച്ചു. നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി അതെല്ലാം ഉണ്ടാക്കി തൂക്കി വെക്കണം. ഫോണും ചാർജറും തൂക്കി വെക്കണം. ചാർജ് ആവുന്നില്ല എന്നൊന്നുകൂടി കൺഫേം ചെയ്യണം. ഉണ്ട്, ഇത് ലോക്ക് ചെയ്യണം. ഉള്ളിലേക്ക് വെച്ചു. കുറച്ച് വെള്ളം കുടിക്കണം. ബീഹാർ ഹൈവേയുടെ സൈഡിൽ മുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. സൈഡിൽ കൂടെ വിട്ടിരിക്കുന്നതാണ്. സർവീസ് റോഡാണ് ഈ കാണുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു സൺഡേ ഞാൻ വളാഞ്ചേരിയിൽ എൻ്റെ വല്യച്ഛൻ്റെ വീടുണ്ട്. അവിടെ വെക്കേഷനിൽ പാർക്കാൻ പോയ സമയത്ത് ഒരു ദിവസം, അതായത് ഞായറാഴ്ച കാലത്ത് പള്ളി പോയിട്ട് തിരിച്ച് അവിടെ ഹൈവേ ആണ്, കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേ ആണ്. ഹൈവേയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സായിപ്പ് മദാമി ഒരു കാസ്ട്രെയിൻ 350 റോയൽ എൻഫീൽഡിൻ്റെ മുകളിൽ ഇങ്ങനെ മെല്ലെ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വരുന്ന എൻ്റെ നേരെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ബസ് കാത്തേക്കുന്ന സമയത്ത് അതൊരു അന്നത്തെ ഒരു ഏറ്റവും ഭംഗിയുള്ളൊരു സംഭവം ഞാൻ കണ്ടതാണ്. അന്നാണ് ഒരു സ്പാർക്ക് ബൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പോകണമെന്ന് മനസ്സിലാഗ്രഹം വന്നത്. അതേപോലെ തന്നെ ഒരിക്കൽ അത് കഴിഞ്ഞിട്ടൊരു സമയത്ത് ഈ ടൂറിന് പോയ സമയത്ത് ഞങ്ങൾ സൺഡേ സ്കൂളിൽ നിന്ന് OBBS ടൂറിന് പോയ സമയത്ത് ബാക്കിലൊരു ചേട്ടൻ ഹെൽമെറ്റൊക്കെ വെച്ച്
ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ബൈക്കിൻ്റെ ബാക്കിൽ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ടൂറിൻ്റെ ബസ്സിൻ്റെ ബാക്കിൽ ഞങ്ങൾ പിള്ളേരാണല്ലോ, ഞങ്ങളൊരു 10 വയസ്സ് 12 വയസ്സൊക്കെ അപ്പോൾ ആ സമയത്തുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരികയും ഇങ്ങനെ ടാറ്റ തരികയും കുറേ നേരം ഞങ്ങൾ വണ്ടി ഫോളോ ചെയ്യുകയും ടാറ്റ തരികയും ഇടയ്ക്ക് കൈ വിട്ട് കുടിക്കുന്ന കസർത്തൊക്കെ ഉണ്ടാകുന്നു കേട്ടോ ആൾക്കാർ. അതൊക്കെ ചെയ്യും, ഞങ്ങളത് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് അങ്ങനെയൊക്കെ ചില ഇൻസ്റ്റൻസസൊക്കെയാണ് നമ്മളെ എന്നെ ഈ ബൈക്കിംഗ് കൺസെപ്റ്റിലേക്ക് കൊണ്ടെത്തിച്ച്. പിന്നെ ലക്കിയലിയുടെ പാട്ട് നമ്മ അങ്ങേത് ബുള്ളറ്റിൻ്റെ മുകളിൽ കറങ്ങി നടക്കുന്ന ഓരോ പാട്ടുകളുണ്ട്. പാട്ടുകൾ ഇഷ്ടമായിരുന്നു. അത് പിന്നെ ആളിങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ പോകുമ്പം കാണുമ്പോൾ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനായിട്ട് അന്ന് വന്നത്. അങ്ങനെ മെല്ലെ മെല്ലെയാണ് മനസ്സിൽ ഇങ്ങനെ യാത്ര പോകണമെന്നുള്ള ചിന്ത ആ സമയങ്ങളിൽ ഉദിച്ച്. പക്ഷെ പോയി തുടങ്ങിയത് അപ്പോഴൊന്നുമില്ല കേട്ടോ, 2003 ഞാൻ വന്ന് 91-92 സമയത്ത് 91-92 സമയത്തൊക്കെ. പിന്നെ യാത്ര പോയി തുടങ്ങിയത് BDS സെക്കൻഡ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് 2002-2003 ആദ്യമായി പോകുന്നത്. അന്ന് MBMC എന്ന് പറഞ്ഞാൽ മദ്രാസ് ബുൾസ് മോട്ടോർ സൈക്ലിംഗ് ക്ലബിൻ്റെ ആനിവേഴ്സറി റൈഡ് നടക്കുന്നതിനാണ് ഞാൻ ആദ്യമായി പോവുകയുണ്ടായത്. കുക്കു ബ്രൗസിങ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഫോണും തീരെ നോക്കാത്ത മനുഷ്യൻ. അപ്പോൾ അങ്ങനെ വീണ്ടും ലെറ്റ്സ് ഗോ സ്കിപ്പ് പട്ന. അതാണ് നമ്മൾ ഇന്നത്തെ ആവശ്യം. ഇവിടുന്ന് പാറ്റ്ന 90 കിലോമീറ്റർ, അതിന് മുന്നേ ഡൈവേർഷനുണ്ട് പാറ്റ്ന ബൈപ്പാസ്. ഓക്കെ, ധോബിഘാട്ട് എന്ന് പറഞ്ഞൊരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകാനാണ്. എത്ര സമയം ഉണ്ടെന്ന് അറിയില്ല, എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ധോബിഘാട്ട് എന്നാണ് പേര്. നല്ല ട്രാഫിക്കുള്ള റോഡാണ്. ഇതെങ്ങോട്ടാണ് എത്തുന്നതെന്ന് അറിയില്ല. നമ്മളുടെ മാപ്പിനെ ഫോളോ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ പാറ്റ്ന ബൈപ്പാസ് ചെയ്യാനായിട്ട് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മണര് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത്. പണി നടക്കുന്നുണ്ടോയെന്ന് തോന്നുന്നല്ല, വണ്ടികൾ ഇതിൽ കൂടെ തന്നെ കയറ്റി വിടുന്നു, വേറെ വഴിയൊന്നും കാണാനല്ല. അയ്യോ, അങ്ങനെ മുസാഫിർപൂർ. ഇന്നങ്ങനെ മുസാഫിർപൂരിലെത്തി. നമ്മളെ ജപ്തി സാഗർ എക്സ്പ്രസ്സൊക്കെ എത്തുന്ന സ്ഥലമാണ് കേട്ടോ മുസാഫിർപൂർ. ഞാനും ഇതുവരെ അവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പല പ്രാവശ്യം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പട്ന വഴി സിലിഗുരിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും മുസാഫിർപൂർ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും വലിയ ടൗണാണ്, സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ എത്തിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുക്കുവിൻ്റെ വണ്ടിയുടെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് പറ്റി. അപ്പോൾ അത് വണ്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവഭാഗ്യത്തിന് എങ്ങനെയോ സാധനം വർക്കായി, സ്റ്റാർട്ടായി. നാളെ കാലത്ത് ഇനി ബാറ്ററി മാറ്റിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ടൗണിൻ്റെ അകത്ത് തന്നെ താമസിച്ചു. കാലത്ത് ബാറ്ററി കിട്ടാൻ അതാണ് സൗകര്യം. അപ്പോൾ നാളെ കാലത്ത് ബാറ്ററി മാറ്റി അതിനുശേഷം സിലിഗുരിയിലായിരിക്കും നാളെ ചെല്ലുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ടൗണിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. KFCയുടെ ഇതിട്ടായിരുന്നു, ലൊക്കേഷനൊന്നും ഇടായിരുന്നു. റൈറ്റ്, ഇവിടുന്ന് 1/4 കിലോമീറ്ററേ ഉള്ളൂ KFC. ഇന്ന് പുറമെന്ന് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം
മെല്ലെ മെല്ലെ മുസാഫിർപൂരിലൂടെ ഞങ്ങൾ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയിട്ട് നമ്മൾ നടന്ന സ്ഥലം പഠിക്കുന്ന അതെ അതെ. ഇന്നത്തെ സിറ്റി ടൂറ് കുറച്ച് നൈറ്റാണ്. ടോർച്ചും സാധനങ്ങളൊന്നുമില്ല, ഓൺലി നാച്ചുറൽ ലൈറ്റ്. ശരി, ബൈ. എങ്ങനെയുണ്ട് ജോസോട്ട് അവിടുത്തെ ബസ്? ഭയങ്കര ഡെസേർട്ടാണോ പിസ്സയാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഈ നാട്ടിൽ ആരും ചിക്കൻ പിസ്സ വാങ്ങിക്കാറില്ല. ഇവർക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ ചിക്കനൊരു കുറവ് കുറവെത്തില്ല. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്.